കുറച്ച് സ്ഥലമേ ഉള്ളൂ. കുറച്ച് സ്ഥലത്താണ് ഞാൻ ഈ പച്ചക്കറികളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത കുറച്ച് പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് കിട്ടും. വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒളരിയിലാണ്. ഇവിടെ ഈ ഒരു ടൗണിൽ തങ്ങളുടെ പരിമിതമായ ഒരു വീടിന് ചുറ്റുമുള്ള ഏരിയയിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സ് ഒക്കെ കൃഷി ചെയ്തിട്ടുള്ള ഒരു ഇടം. വലിയ കൃഷി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ച് വെറൈറ്റി ഐറ്റംസ്. ഇവിടെ വർഷ അജേഷ് എന്ന ഒരു ചേച്ചി, അവരാണ് ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു മുന്തിരിക്കൊലയൊക്കെ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ അത്ര പരിചിതമല്ലാത്ത ഒരു കാഴ്ചയാണ് ഇങ്ങനെ മുന്തിരിയൊക്കെ കൊലച്ച് നിൽക്കുന്നത്. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് വർഷ എന്നാണ്. ഇതെൻ്റെ വീട്ടിലുണ്ടായി നിൽക്കുന്ന കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സ് ആണ്. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു വർഷമായി. ഒരു ജനുവരി ഒക്കെ ആയപ്പോൾ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സമയമായപ്പോൾ ജൂൺ ആയപ്പോഴേക്കും നന്നായിട്ട് മുന്തിരി ഉണ്ടായിട്ടുണ്ട്. മുന്തിരി വലിയ മധുരം എന്നൊന്നും പറയാനില്ല. വൈൻ ഉണ്ടാക്കാനാണ് കൂടുതൽ യൂസ് ചെയ്യണമെന്നാണ് പറയണത്. പിന്നെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ഒക്കെ ആയിട്ട് നടാം. പിന്നെ വളരെ കുറച്ച് സ്പേസ് മതി കേട്ടോ, വളരെ കുറച്ച് സ്പേസ് മതി, നന്നായിട്ടുണ്ടാവും. പിന്നെ ഞാനിതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വെള്ളം തന്നെയുള്ളൂ. പിന്നെ അവസാനം ഇത് മുന്തിരി ഒരു ഗ്രീൻ കളറൊക്കെ ആയ സമയത്ത് ബനാനയുടെ തൊലി ഉണ്ടല്ലോ, പഴത്തിൻ്റെ തൊലി കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ച് വെള്ളം കൂടി മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊരു മുന്തിരിയൊക്കെ ഉണ്ടായി നിൽക്കണ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം. അല്ലാണ്ട് ഭയങ്കര മധുരമുണ്ട് നന്നായി ഫ്രൂട്ട് പോലെ കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ വൈൻ ഇട്ടിട്ടില്ല, ഇട്ടതിന് ശേഷം അറിയാം അതെങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ചത് വെളിയത്ത് ഗാർഡൻ എന്നാണ്, പെരുമ്പാവൂരുള്ള വെളിയത്ത് ഗാർഡൻ എന്നാണ് ഇത് ഞാൻ വാങ്ങിച്ച തൈക്ക് 350 രൂപയായിട്ടാണ് വാങ്ങിച്ചത്. ഇത് വയ്ക്കാൻ തന്നെ കാരണം ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് നല്ല ഭംഗിയിലൊക്കെ ഉണ്ട്. പിന്നെ ഒരു കൊലയിൽ തന്നെ 5 കിലോ ഉണ്ടാവും കേട്ടോ, 5 കിലോ ഒക്കെ ഉണ്ടാവും. ഞാൻ പിന്നെ ഇത് ഓരോന്നും കട്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ്, അത്രയൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് മുന്തിരി നല്ല ഭംഗിയുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കാണാനായിട്ട്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫുൾ ടൈം വീഡിയോ കോൾ ചെയ്ത്, പിന്നെ റിലേറ്റീവ്സ് ആണെങ്കിൽ മുന്തിരി നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കണമൊക്കെ ഉണ്ട്. പുളിയില്ല എന്നുവെച്ചാൽ ഓവർ മധുരമല്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ജ്യൂസ് അടിക്കാനോ അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് വളർത്താനോ അതിനൊന്നുള്ള ഒരു ഇതായിട്ട് തോന്നണില്ല. ഇത് റംബൂട്ടാനാണ്, N18 ആണ്, ഹോം ഗ്രൗണ്ട് പ്ലാന്റ് ആണ്. എനിക്കിത് ഈ വീടിൻ്റെ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇത് 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കായ്ക്കുമെന്ന് പറഞ്ഞു, ഇതേവരെ കഴിച്ചിട്ടില്ല. പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കണം എന്നില്ല. ഞങ്ങൾ വളരെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ വല്ലാണ്ട് ഹൈറ്റ് പോകാണ്ടേ കുഞ്ഞാക്കിയിട്ട് നിർത്താനുള്ള പ്ലാനാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. ഇനി അതുകൊണ്ടാണോ കഴിക്കാത്തതെന്ന് അറിയില്ല. അവർ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കുറ്റിക്കുരുമുളകാണ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയത്, അയ്യന്തോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയത്. നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് തീർന്നതാണ് കേട്ടോ. ഇത് കണ്ടുണ്ടോ, ഇത് രമ്പയില എന്ന് പറയും കേട്ടോ. അത് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇത് പച്ച ഈ ഇലയ്ക്ക് സ്മെല്ലില്ല, പക്ഷെ ഉണങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് ബിരിയാണിയുടെ സ്മെല്ലാണ് ആ ഇലയ്ക്ക്. പിന്നെ അതുപോലെ വെള്ളം തിളപ്പിക്കുകയാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു ശരിക്ക് റൂം ഫ്രഷ്നർ പോലെ ശരിക്കും നമ്മുടെ വീടിൻ്റെ അകത്ത് കയറി ബിരിയാണി എന്നും ഉണ്ടോ എന്ന് ചോദിക്കും, അതുപോലെ ഇതിൻ്റെ സ്മെല്ല്. ഇത് ബുഷ് ഓറഞ്ച് ആണ്. ഇത് ഞാൻ താഴെ റംബൂട്ടാൻ്റെ താഴെ, ശരിക്കും റംബൂട്ടാൻ്റെ താഴെയല്ല, അത് വെച്ചതിന് ശേഷം റംബൂട്ടാൻ കൊണ്ടുവച്ചേ. അപ്പോൾ അതിൻ്റെ വെയിൽ കിട്ടാൻ വേണ്ടി അത് റംബൂട്ടാനേക്കാളും ഹൈറ്റിലുണ്ടാവുന്നുണ്ട്. ഇത് സംഭവം ഇല്ലയെന്നേ ഉള്ളൂ. ഇത് പാകിസ്ഥാൻ മൽബറിയാണ് കേട്ടോ. ഇത് നന്നായിട്ടുണ്ടാവുമായിരുന്നു. ചീര ആദ്യം നമ്മുടെ ആവശ്യത്തിനായിരുന്നു, ഇപ്പം ഞാൻ കിളികൾക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തായ് റെഡ് എന്ന് പറഞ്ഞ ചാമ്പയാണ്. ഇത് ഡ്രമ്മിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ വാങ്ങിച്ചതാണ്. നന്നായിട്ടുണ്ടാവും, അത് ഓൾ സീസണാണ്, എപ്പോഴും ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ മഴ പെയ്തപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. വല്ലാണ്ട് വലുതായി കഴിഞ്ഞ് ഇവിടെ വെക്കാൻ സ്ഥലമില്ലല്ലോ. ഇത് പെട്രിയാണ്, പർപ്പിൾ കളർ ഒരു ബൊക്കെ പോലെ പൂവുണ്ടാവുന്ന. പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതെന്തോ ഭാഗ്യം കൊണ്ട്, ഇത് ഞാൻ ചട്ടിയിലാണ് വെച്ചത്, പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിലൊരു, ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ സൈഡിലൊരു കർട്ടൻ ഉണ്ടായിരുന്നേ, ആ കർട്ടൻ മാറ്റിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കർട്ടൻ ഇട്ടതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ മൊത്തം, ഇപ്പോൾ ഇത് കോവല, കഴിഞ്ഞ പ്രാവശ്യം കോവലായിരുന്നു. കോവൽ കഴിയുമ്പോൾ ഞങ്ങളത് വെട്ടിയിട്ട് അമരക്കായ വെച്ചു. അമരക്കായ വളരെ കൂടുതൽ നന്നായിട്ടുണ്ടായി. അപ്പോൾ അമരക്കായുടെ സീസൺ കഴിഞ്ഞപ്പോൾ അത് കട്ട് ചെയ്തിട്ട്
വീണ്ടും ആ കോവൽ തന്നെ കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു 2-3 മാസം അത്ര തന്നെ വേണ്ടു, ഫുള്ളായിരിക്കുള്ളൂ. കോവലും കിട്ടും, ഈ സൈഡ് മൊത്തം നമുക്ക് വെയിലും ഉണ്ടാവില്ല. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. വിയറ്റ്നാം മാൾട്ട ഓറഞ്ചാണേ, നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. ഇത് വെയിലൊന്ന് കുറഞ്ഞതുകൊണ്ടാണ്, ഇത് കുറേ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇത്രേ ആയിട്ടുള്ളൂ. ഇത് സാധാരണ ഓറഞ്ച്, നമ്മുടെ വലിയ ഓറഞ്ച് തന്നെ, വലിപ്പവും വരും, നല്ല മധുരവും ഉണ്ട്. ഇത് പിന്നെ ബെയർ ആപ്പിളാണ്. ഇതൊരു 6 മാസം ഒക്കെ മതി. 6 മാസം കൊണ്ട് തന്നെ ഇത് പൂവിടുകയും ചെയ്യും, കായ ഉണ്ടാവുകയും ചെയ്യും. കുറേ ഉണ്ടാവും. ശരിക്കും ഇതിൻ്റെ കായയുടെ വെയിറ്റ് കാരണം ഈ ചെടിയെ ഒടിയും, അത്ര അധികം ഉണ്ടാവും. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് നിർത്തിയതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വല്ലാണ്ട് വലുതായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് കട്ട് ചെയ്ത് നിർത്തിയതാണ്. ഇതൊക്കെ പൂത്തിട്ടുണ്ട്. ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ആപ്പിളിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും, നല്ല ടേസ്റ്റ്. ഒരു ഇളന്തപ്പഴം എന്നൊക്കെ പറയുന്ന ഐറ്റം. വയലറ്റ് ചേമ്പ് എന്ന് പറയും. ഇത് തണ്ട് നമുക്ക് എഡിബിളാണ് ഫുള്ള്. ചേമ്പ് എന്ന് പറയുമ്പോൾ താഴെ ഉണ്ടാവുന്ന സാധനമില്ല, ചേമ്പ് അതില്ല. ഇതിൻ്റെ ഈ സ്റ്റെമ്മ് നമുക്ക് പരിപ്പൊക്കെ വെച്ച് കറി വയ്ക്കാം. ഇത് ചീരയുടെ പോലെ തോരൻ വയ്ക്കാം. ഇത് അസ്മത്ത തന്നതാണ്. പച്ചമുളക് ഇത് സിറയാണേ, സിറാമുളകാണ്. ഇത് നന്നായിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ഇവിടെയും നമ്മുടെ ഫ്രണ്ടത്തെ വീടും പിന്നെ അതുപോലെ നമ്മുടെ റിലേറ്റീവ്സിനും എൻ്റെ വീട്ടിലൊക്കെ മുളകിന് ക്ഷാമമില്ല, മുളക് നന്നായിട്ടുണ്ടാവും. തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, കഴിഞ്ഞതാണ് കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. തക്കാളി, വഴുതന, അത് കൊത്തമരയാണ്, അത് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ചീര എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അവിടെയൊക്കെ കൂടുതലും പച്ചക്കറികളൊക്കെ വെച്ച് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. കുറച്ച് സ്ഥലവും കുറച്ച് നമുക്ക് ആഗ്രഹവും വേണം. ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും.